ഓടി വായോ, നമുക്കൊരു തേങ്ങാപ്പാൽ വെച്ചൊരു നല്ല അസൽ മീൻകറി വെക്കാം. തേങ്ങാപ്പാൽ മാത്രമല്ല, നല്ല പുളിയുള്ള മാങ്ങയും കൂടി ഇട്ടിട്ടാണേ. അപ്പോൾ ആദ്യം ഒരു മൺചട്ടി വെച്ചു. ഒന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയാണ് ഈ ഒരു കറിയുടെ തന്നെ ഒരു ടേസ്റ്റും മണമൊക്കെ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉലുവ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ബ്രൗൺ ആയിട്ട് അതിലേക്ക് ഇനി നമുക്ക് ചെറിയുള്ളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടോളൂ, അപ്പോൾ പെട്ടെന്ന് അത് വഴണ്ടി വരും. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതൊരു പിങ്കിഷ് കളറിലേക്ക്, ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഞങ്ങൾ 3 പാൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ 2 പാലും, ലാസ്റ്റത്തെ 2 പാലും, 3-ാം പാലും 2-ാം പാലും ആഡ് ചെയ്ത് കുറച്ച് മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മത്തിയുടെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ മത്തി ഇട്ടാൽ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാനേ പാടുള്ളൂ. അതിനുശേഷം ഇതും അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഒന്ന് ചുറ്റിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ചാറും ഉണ്ട്, അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതിന് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ അപ്പിടാം. ഇനി പിന്നെ 1-ാം പാൽ ഒഴിച്ച് ഒരു ചെറിയൊരു തിള സൈഡിലൂടെ വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വയ്ക്കാം. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, താളിപ്പ് വേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് താളിച്ചിരുന്നു. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ കുറേ വീഡിയോസായിട്ട് വീണ്ടും കാണാം. Thank you.